ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമചരിതം ഒന്നാം പടലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നതിനെ പറ്റിയാണ്. എന്ത് കുട്ടി കുഞ്ഞേ ഇവിടെ ഓഫാക്കിട്ടോ എന്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറുതായിപ്പോയി. രാമചരിതം ഒന്നാം പടലത്തിൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തി എന്ന് പറയുന്ന വികാരമാണ് നമുക്ക് ഈ വരികളിൽ, ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഗണപതിയെ സ്തുതിക്കുന്നു. അപ്പോൾ പാർവതിയും ശിവനും ആന കളിച്ച് നടന്ന കാലത്തുണ്ടായ ഗണപതിയെ, ആനമുഖനായിട്ടുള്ള ഗണപതിയെ വിഘ്നമൊന്നുമില്ലാതെ കാവ്യരചന നടത്താൻ സഹായിക്കുക എന്ന് പറഞ്ഞ് ഗണപതിയെ സ്തുതിക്കുന്നുണ്ട്. ശേഷം ലക്ഷ്മി ദേവി, അങ്ങനെ ദൈവങ്ങളെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ ഭക്തിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് കവി എത്തുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുതന്നെയാണ് രാമചരിതം ഒന്നാം പടലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭക്തിയുടെ ആ ഒരു അംശം നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ വിശ്വാസവും ഭക്തിയും ആരാധനയും മനസ്സിൽ നിറച്ചിട്ട് ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി വെമ്പി നിൽക്കുന്ന, അങ്ങനെ ദൈവങ്ങളോടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ തനിക്ക് നല്ല രീതിയിൽ തന്നെ രചന നടത്താൻ കഴിയും. അപ്പോൾ അതിനൊക്കെ ദൈവങ്ങൾ തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് കവി കാവ്യരചനയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഭക്തിരസം തന്നെയാണ്. ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയിലേക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ പ്രാചീന മധ്യകാല കാലങ്ങളിലുണ്ടായിരുന്ന ആ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ അന്നത്തെ കാവ്യങ്ങൾ തമിഴിൻ്റെ കലർപ്പ് കലർന്നിരുന്നു. മലയാളത്തിൻ്റെ ആ ഒരു സവിശേഷ ഘട്ടം, അന്ന് തമിഴിൻ്റെ കലർപ്പ് കലർന്നിട്ടുള്ള എഴുത്തുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഈ രചനയും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തമിഴ് വാക്കുകളുടെ ഒട്ടേറെ തമിഴ് വാക്കുകളുള്ളതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഭാഷയാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ പലർക്കും ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ പറ്റാത്തത്. അതിലെ വാക്കുകളുടെ ആ ഒരു പ്രത്യേകത, ആ വരികൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയും അതേപോലെ തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അത്തരത്തിലുള്ള അന്നത്തെ കാലത്തിൻ്റെ ഭാഷയുടെ സവിശേഷതകളും നമുക്ക് ഇതിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് സവിശേഷതകളും വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ തന്നെയാണ്. നിങ്ങൾ പഠനത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ഈ പഴയകാല കവിതകളെ പറ്റി മനസ്സിലാക്കുമ്പോഴും ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഇവയ്ക്കുണ്ട് എന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശ്രദ്ധേയമാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും.